നമസ്കാരം. ഇ&സി എൻജിഒമെന്റിന്റെ അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ +1 അക്കൗണ്ടൻസിയിലെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് നിങ്ങൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ അവിടെ റൂൾസ് ഓഫ് ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് പഠിച്ചപ്പോഴേക്കും നമ്മുടെ ബിസിനസ് ട്രാൻസാക്ഷൻസിനെ പ്രധാനമായിട്ടും 5ആയി തരംതിരിക്കുന്നു, അല്ലെങ്കിൽ 5 ടൈപ്പ് ഓഫ് അക്കൗണ്ട്സ് ആക്കി നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ അക്കൗണ്ട്സ് ആയിരുന്നു? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഓർ റവന്യൂ ആൻഡ് എക്സ്പെൻസസ് അക്കൗണ്ട്. ഓർമ്മിച്ചിട്ടുണ്ടായിരുന്നു? അസറ്റ്സ്, ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഓർ റവന്യൂസ് ആൻഡ് എക്സ്പെൻസ് അക്കൗണ്ട്. ഇതിൽ അസറ്റ്സിന്റെയും എക്സ്പെൻസിന്റെയും റൂൾ എ ആൻഡ് ഇ. അസറ്റ്സിന്റെ എക്സ്പെൻസിന്റെ റൂൾ എന്തായിരുന്നു? അത് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യുക, ഡിക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുക. അസറ്റ് അല്ലെങ്കിൽ എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, കുറയുകയാണെങ്കിൽ ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ദെൻ ഞാൻ അടുത്ത് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മിക്കാൻ വേണ്ടി LIC, ലയബിലിറ്റീസ്, ഇൻകം ഓർ റവന്യൂ ആൻഡ് ക്യാപിറ്റൽ. ഈ 3 അക്കൗണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് വരികയാണെങ്കിൽ ഡിക്രീസ് ആവുകയാണെങ്കിൽ, കുറയുകയാണെങ്കിൽ, ലയബിലിറ്റീസ് കുറയുകയാണെങ്കിൽ, ക്യാപിറ്റൽ കുറയുകയാണെങ്കിൽ, ഇൻകം കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം. ദെൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ലയബിലിറ്റീസ്, ക്യാപിറ്റൽ, ഇൻകം ഇവ കൂടുകയാണെങ്കിൽ നമ്മൾ അവ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു നിർത്തി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമ്മൾ ഒരു ട്രാൻസാക്ഷനെ അനലൈസ് ചെയ്തതിനു ശേഷം അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. ഓരോ ട്രാൻസാക്ഷൻ എടുക്കുക, അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, അതിന്റെ റീസൺ എന്തുകൊണ്ട് നമ്മൾ അവനെ ഡെബിറ്റ് ചെയ്യുന്നു, അതിൽ എന്താണ് ക്രെഡിറ്റ് ആസ്പെക്ട്, എന്തുകൊണ്ട് നമ്മൾ അതിന്റെ റീസൺ എന്താണ് അതിനെ ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്കത് നോക്കാം. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ക്ലാസ് കാണുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾ ദയവ് ഇത് ക്ലാസ് മുഴുവനും കാണുക. കുറച്ച് മാത്രം കണ്ടിട്ട് നിങ്ങൾ അക്കൗണ്ടൻസി പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. നമുക്ക് അക്കൗണ്ടൻസി മനസ്സിലാവണമെങ്കിൽ മുഴുവൻ, അത് ക്ലാസ് മുഴുവൻ കാണുക. പറയുന്ന വർക്കൊക്കെ നിങ്ങൾ വീട്ടിലിരുന്ന് ചെയ്തു നോക്കിയാൽ മാത്രമേ അക്കൗണ്ടൻസി നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റായി നമുക്ക് അക്കൗണ്ടൻസി മാറ്റാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം. ഓരോ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്നു. ഓക്കെ, അത് നമുക്ക് നോക്കാം. ആദ്യം ഞാൻ ട്രാൻസാക്ഷൻ എഴുതുന്നു. ആദ്യത്തെ കോളത്തിൽ നമുക്ക് ട്രാൻസാക്ഷൻ എഴുതാം. രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് എഴുതുന്നു. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ അതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് എഴുതുന്നു. നമുക്ക് ഓരോന്നും മനസ്സിലാക്കിയ ശേഷം മാത്രമേ നമുക്ക് അടുത്ത പ്രൊസീജിയറായ നമുക്ക് ജേർണലിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ജേർണൽ എൻട്രി തയ്യാറാക്കാൻ പോകണമെങ്കിൽ നമ്മൾ ആദ്യം ഓരോ ട്രാൻസാക്ഷൻസിന്റെ ഡെബിറ്റ് എന്താണ്, ക്രെഡിറ്റ് എന്താണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നമുക്ക് ആ ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് അത് പഠിച്ചു നോക്കാം. ഒന്നാമത്തേത് ആദ്യം നമുക്ക് ട്രാൻസാക്ഷൻ ഇങ്ങനെ ഈ ഒരു കോളത്തിലൂടെ നമുക്ക് കുറെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കും. ഓക്കെ, അതിന്റെ ഡെബിറ്റ് ആസ്പെക്ട്, ദെൻ ക്രെഡിറ്റ് ആസ്പെക്ട്. ഞാൻ ഓരോ എക്സാമ്പിൾ പറയാം, ഓരോ ട്രാൻസാക്ഷൻസ് പറയാം. ഒന്നാമത്തേത് സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. നമ്മൾ ഒരു ഓണർ ബിസിനസ്സിലേക്ക് ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നോ കമൻസ്ഡ് ബിസിനസ് വിത്ത് ക്യാഷ് എന്നോ നമുക്ക് അതിൽ പേര് വരും. അനിൽ എന്ന് പറഞ്ഞ വ്യക്തി പൈസ കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. അതിലെ രാജു, ബിജു അവരാരെങ്കിലും ക്യാഷ് കൊണ്ടുവന്ന് ബിസിനസ് ആരംഭിച്ചു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ബിസിനസ് സ്ഥാപനത്തിലേക്ക് ഓണർ ഇൻവെസ്റ്റ് ചെയ്യുന്ന തുക നമ്മൾ എന്ത് പഠിച്ചു? ക്യാപിറ്റൽ എന്ന് പഠിച്ചു. ഇപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യണം. ഒന്നാമത്തെ ട്രാൻസാക്ഷൻ സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ബിസിനസ് വിത്ത് ക്യാഷ്. ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ഇതിന്റെ ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണ് നമ്മൾ ആദ്യമേ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇപ്പൊ നമുക്ക് നോക്കി, ബിസിനസ്സിലേക്ക് എന്ത് വന്നു? ക്യാപിറ്റൽ കൊണ്ടുവന്നു. ബിസിനസ്സിൽ ക്യാപിറ്റൽ എന്ന അക്കൗണ്ട് ഉണ്ടായി. ദെൻ അടുത്തൊരു ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാഷ് കിട്ടി, ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ക്യാഷ് എന്ന അക്കൗണ്ടും വന്നു, ദെൻ ക്യാപിറ്റൽ എന്ന അക്കൗണ്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായി. ഇതിൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അസറ്റ് ഏതെങ്കിലും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ അസറ്റിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ ഏത് അസറ്റാണ് ഇൻക്രീസ് ചെയ്തത്? ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു, അല്ലെ? നമ്മുടെ ബിസിനസ്സിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോഴേക്കും സ്ഥാപനത്തിന് എന്ത് കിട്ടി? ക്യാഷ് വന്നു. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. സോ നമുക്കിവിടെ ഡെബിറ്റ് ചെയ്യേണ്ട അസറ്റ് എന്താണ്? ക്യാഷ് എന്ന അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡെബിറ്റ് ചെയ്യുന്നു. ക്യാഷ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ അടുത്തെന്താണ് ക്രെഡിറ്റ് ആസ്പെക്ട്? നമുക്കിവിടെ നമ്മൾ രണ്ടെണ്ണം പറഞ്ഞു, 2 അക്കൗണ്ട് പറഞ്ഞു. ഒന്ന് ക്യാഷ് അക്കൗണ്ടും രണ്ടാമത്തെ എന്താണ്? ക്യാപിറ്റൽ അക്കൗണ്ട്.
ക്യാഷ് അസറ്റ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ റീസൺ എഴുതാം. അസറ്റ് ഇൻക്രീസസ്. എന്താണ് റീസൺ? അസറ്റ് ഇൻക്രീസസ്. അസറ്റ് ഇൻക്രീസ് ചെയ്തത് കൊണ്ടാണ്. അസറ്റ് നേരെ അസറ്റാണ് ഇവിടെ ഇൻക്രീസ് ചെയ്തത്. ക്യാഷ് എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്തു. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്യാപിറ്റൽ അക്കൗണ്ടാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്തുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യാൻ കാരണം? നമ്മളെ ക്യാപിറ്റൽ കൂടി, ബിസിനസ് സ്ഥാപനത്തിൽ കിട്ടിയ ക്യാപിറ്റൽ ഇൻക്രീസ് ആയി. നമ്മൾ ക്യാപിറ്റൽ റിലേറ്റഡ് ട്രാൻസാക്ഷൻസിന്റെ റൂൾ എന്താ പഠിച്ചത്? ക്യാപിറ്റൽ ഡിക്രീസ് ആവുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ക്യാപിറ്റൽ ഇൻക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ ബിസിനസ് സ്ഥാപനത്തിലേക്ക് ക്യാപിറ്റൽ കൊണ്ടുവന്നപ്പോൾ സ്ഥാപനത്തിന്റെ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. അപ്പോ ക്യാപിറ്റൽ കൂടിയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? അതിനെ ക്രെഡിറ്റ് ചെയ്തു. നമ്മൾ പഠിച്ചു ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. സോ ക്യാപിറ്റൽ കൂടി നമ്മൾ ക്യാപിറ്റലിനെ ക്രെഡിറ്റ് ചെയ്തു. സോ റീസൺ നമുക്ക് എഴുതാം ക്യാപിറ്റൽ ഇൻക്രീസസ്. ക്യാപിറ്റൽ ഇൻക്രീസസ്. ഇതേപോലെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മൾ അനലൈസ് ചെയ്ത് ഡെബിറ്റ് ആസ്പെക്ട് എന്താണ്, ക്രെഡിറ്റ് ആസ്പെക്ട് എന്താണ് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പൊ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ ഞാൻ പറഞ്ഞു, ബിസിനസ് ആരംഭിച്ചപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഉണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. റീസൺ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അസറ്റ് ഇൻക്രീസ് ചെയ്തു, ക്യാഷ് കൂടി. ദെൻ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്തു. ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്താൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണമെന്ന് പഠിച്ചിരുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്തു. സോ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ കഴിഞ്ഞു. ദെൻ അടുത്ത് നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ് രണ്ടാമത്തേതാണ്. പർച്ചേസ്ഡ് ഫർണിച്ചർ, പൈസ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി. പർച്ചേസ്ഡ് ഫർണിച്ചർ ഫോർ ക്യാഷ്. ഫർണിച്ചർ എന്നുള്ളത് ഫിക്സഡ് അസറ്റ്സ് ആണ്. ഓർമ്മിക്കുക, പർച്ചേസ് ചെയ്ത് സാധനം വാങ്ങിച്ചതല്ല പോലല്ല. നമ്മൾ ഫിക്സഡ് അസറ്റ്സ് വാങ്ങുമ്പോൾ എപ്പോഴും ഫിക്സഡ് അസറ്റിന്റെ പേര് തന്നെ അക്കൗണ്ട് കാണിക്കണം. പക്ഷെ സാധനങ്ങൾ വാങ്ങിച്ച് പർച്ചേസ്ഡ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്ഥാപനത്തിന് സ്വന്തം എക്സ്പെൻസ് ആണ്. ഓക്കെ, അപ്പൊ അത് വ്യത്യാസമാണ്. പർച്ചേസ്ഡ് ഗുഡ്സും പർച്ചേസ്ഡ് അസറ്റ്സ്, ഫിക്സഡ് അസറ്റ്സിന്റെ കാര്യം നിങ്ങൾ സെപ്പറേറ്റ് മനസ്സിലാക്കുക. ഫിക്സഡ് അസറ്റ്സ് ആണ് വാങ്ങുന്നതെങ്കിൽ നമ്മൾ എപ്പോഴും അക്കൗണ്ടിന്റെ പേരെന്തായിരിക്കണം? ഫിക്സഡ് അസറ്റ്സ് അക്കൗണ്ടിന്റെ പേര് തന്നെ എഴുതണം. ഫർണിച്ചർ വാങ്ങിയെങ്കിൽ ഫർണിച്ചർ അക്കൗണ്ട്, മെഷീനറി വാങ്ങിയെങ്കിൽ മെഷീനറി അക്കൗണ്ട്, ബിൽഡിംഗ് വാങ്ങിയെങ്കിൽ ബിൽഡിംഗ് അക്കൗണ്ട്. പക്ഷെ പർച്ചേസ്ഡ് ഗുഡ്സ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ, സാധനങ്ങൾ വാങ്ങിച്ചു, ചരക്കുകൾ വാങ്ങിച്ചു നമുക്ക് തന്നിരിക്കുന്നതെങ്കിൽ അവിടെ നമുക്കതൊരു എക്സ്പെൻസ് ആയി ട്രീറ്റ് ചെയ്യുകയും അവിടെ നമ്മൾ അതിനെ പർച്ചേസസ് അക്കൗണ്ടാണ് നമ്മൾ കണക്കുന്നത്. ഓക്കെ, അതിന്റെ വ്യത്യാസം നമുക്ക് അടുത്ത ട്രാൻസാക്ഷനിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ നമ്മൾ വാങ്ങിയിരിക്കുന്നത് ഫർണിച്ചർ എന്ന ഫിക്സഡ് അസറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് അസറ്റ്, ഏത് അസറ്റ് കൂടി? ഫർണിച്ചർ എന്ന അസറ്റ് കൂടുകയും ഫോർ ക്യാഷ്, ക്യാഷ് കൊടുത്താണ് നമ്മൾ ഫർണിച്ചർ വാങ്ങിയത്. അപ്പൊ ഏത് അസറ്റ് കുറഞ്ഞു? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. അപ്പൊ ഇതിവിടെ രണ്ട് അക്കൗണ്ട് ഏതൊക്കെയാണ്? ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടും. ഓക്കെ, രണ്ട് അക്കൗണ്ട് മനസ്സിലാക്കി. ഇവിടെ ഫർണിച്ചർ അക്കൗണ്ടും ക്യാഷ് അക്കൗണ്ടാണ് വരുന്നത്. ഇതിൽ ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം? നമ്മൾ അസറ്റ് പഠിച്ചപ്പോൾ, അസറ്റിന്റെ റൂൾ പഠിച്ചപ്പോൾ പറഞ്ഞു, അസറ്റ് കൂടുകയാണെങ്കിൽ നമ്മൾ അവയെ ഡെബിറ്റ് ചെയ്യണം, അസറ്റ് കുറയുകയാണെങ്കിൽ, ഡിക്രീസ് ആവുകയാണെങ്കിൽ അതിനെ ക്രെഡിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് ഫർണിച്ചർ എന്ന അസറ്റ്, സ്ഥാപനത്തിൽ ഫർണിച്ചർ വാങ്ങിയപ്പോൾ സ്ഥാപനത്തിന്റെ ഫർണിച്ചറിന്റെ അളവ് കൂടി, ഫർണിച്ചറിന്റെ എണ്ണം കൂടി. അപ്പൊ ഫർണിച്ചർ കൂടിയത് കൊണ്ട് ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെബിറ്റ് ചെയ്യുന്നു. ഫർണിച്ചർ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. കാരണം എന്താണ്? ഫർണിച്ചർ എന്ന അസറ്റ് ഇൻക്രീസസ്. ഫർണിച്ചർ എന്ന അസറ്റ് ഇൻക്രീസസ്. ദെൻ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്ത അസറ്റ് എഴുതും. നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഓക്കെ, ക്യാഷ് പോയപ്പോഴേക്കും നമ്മുടെ അസറ്റ്, ഏത് അസറ്റ് കുറഞ്ഞു? ക്യാഷ് എന്ന അസറ്റ് കുറഞ്ഞു. സോ ക്യാഷ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്രെഡിറ്റ് ചെയ്യുന്നു. ഇപ്പൊ എഴുതുക, അസറ്റ് ഡിക്രീസസ്, അസറ്റ് കുറഞ്ഞു, അസറ്റ് ഡിക്രീസസ്. ഓക്കെ, രണ്ട് ട്രാൻസാക്ഷൻ നമുക്ക് മനസ്സിലായി. ഇതുപോലെ ഓരോ ട്രാൻസാക്ഷനും നമ്മൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിന് അടുത്ത് ഞാൻ എഴുതാൻ പോകുന്നത് പർച്ചേസ്ഡ് ഗുഡ്സ്. മൂന്നാമത്തേത് പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം മോഹൻ ആൻഡ് കമ്പനി. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? അടുത്ത ഓർമ്മിക്കുക, സാധനങ്ങൾ വാങ്ങിച്ചു, ഗുഡ്സ് ആണ് വാങ്ങിയത്. ഓക്കെ, പ്രത്യേകിച്ച് ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞാൽ ഗുഡ്സ് വാങ്ങി, സാധനങ്ങൾ വാങ്ങിച്ചു.
അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ഗുഡ്സ് വാങ്ങുമ്പോൾ പർച്ചേസസ് കൂടി, ഓക്കെ, എക്സ്പെൻസ് കൂടിയതായിട്ട് നമ്മൾ കണക്കാക്കുക. അക്കൗണ്ടിന്റെ പേര് പർച്ചേസ് എന്നായിരിക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ പർച്ചേസ് എന്ന് കണ്ടു, പക്ഷെ അത് വാങ്ങിയത് ഫർണിച്ചർ എന്ന ഫിക്സഡ് അസറ്റ് പ്രത്യേകം പറയുന്നുണ്ട്. ഫിക്സഡ് അസറ്റ്സ് ആണ് വാങ്ങിയത്, സോ അസറ്റിന്റെ പേര് എഴുതുക. ഇവിടെ ഗുഡ്സ് വാങ്ങിയെന്നാണുള്ളത്, പ്രത്യേകിച്ച് എന്താണ് വാങ്ങിയെന്ന് പറയുന്നില്ല. സാധനങ്ങൾ വാങ്ങി, ഏത് സാധനവുമാകാം. ആ സാധനങ്ങൾ അല്ലെങ്കിൽ ചരക്കുകൾ വാങ്ങിയപ്പോൾ അവിടെ നമുക്ക് എക്സ്പെൻസ് ആണ് ഇൻക്രീസ് ചെയ്തത്. അവിടെ നമ്മൾ എഴുതേണ്ട അക്കൗണ്ട് പർച്ചേസസ് അക്കൗണ്ട്. ഇവിടെ വേറൊരു പ്രത്യേകത, ഓൺ ക്രെഡിറ്റ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്തല്ല നമ്മൾ വാങ്ങിയത്, തൽക്കാലത്തിൽ കടമാണ് വാങ്ങിയത്, പിന്നീട് നമ്മൾ പൈസ കൊടുക്കും. അപ്പൊ നമുക്ക് അവിടെ എന്തുണ്ടായി, സാധനം കടമായിട്ട് വാങ്ങിയ ആരുടെ കയ്യിൽ നിന്ന്, മോഹൻ ആൻഡ് കമ്പനി നമ്മൾ സാധനം കടമായിട്ട് വാങ്ങി. അപ്പൊ നമുക്ക് അവിടെ ഒരു ലയബിലിറ്റി വന്നു. മോഹൻ ആൻഡ് കമ്പനിക്ക് നമ്മൾ ഇനി പൈസ കൊടുക്കണം. മോഹൻ ആൻഡ് കമ്പനി നമ്മളെ സംബന്ധിച്ചോളം ഒരു ക്രെഡിറ്റർ ആണ്, കാരണം നമ്മുടെ ബിസിനസ് സ്ഥാപനം പൈസ കൊടുക്കേണ്ടത് ആർക്കാണ്, ഇനി മോഹൻ ആൻഡ് കമ്പനി. അപ്പം നമ്മൾ ആർക്കാണോ പൈസ കൊടുക്കേണ്ടത് അവര് ക്രെഡിറ്റർ ആണ്. അവ ക്രെഡിറ്റേഴ്സ് എന്തായിരിക്കണം, ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് രണ്ട് അക്കൗണ്ട് വന്നു. സാധനങ്ങൾ വാങ്ങിച്ചു, അപ്പൊ പർച്ചേസസ് എന്ന എക്സ്പെൻസ് വന്നു. നമ്മൾ പഠിച്ചിരുന്നു, എക്സ്പെൻസസ് ഇൻക്രീസ് ആവുകയാണെങ്കിൽ പർച്ചേസസ് ആണ്, സാധനങ്ങൾ വാങ്ങിയപ്പോൾ നമുക്ക് ചെലവുണ്ടായി. അപ്പൊ എക്സ്പെൻസ് കൂടുകയാണെങ്കിൽ ദാറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഡെബിറ്റഡ്. ദെൻ അടുത്ത നമ്മൾ പറഞ്ഞു ക്രെഡിറ്റർ. ക്രെഡിറ്റ് എന്നുള്ളത് ലയബിലിറ്റി ആണ്. നമ്മൾ എന്താ പഠിച്ചത്, ലയബിലിറ്റിയുടെ റൂൾ എന്തായിരുന്നു, ലയബിലിറ്റി കുറയുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പൊ നമുക്കിവിടെ ലയബിലിറ്റി കൂടി, മോഹനാന്റെ അക്കൗണ്ട് കമ്പനിക്ക് നമ്മൾ പൈസ കൊടുക്കണം. അപ്പൊ നമ്മുടെ ലയബിലിറ്റി കൂടുന്ന, ക്രെഡിറ്റേഴ്സിന്റെ കൊടുക്കേണ്ട എമൗണ്ടിന്റെ അളവ് കൂടുന്നുണ്ട്. സോ ലയബിലിറ്റി കൂടിയത് കൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമ്മൾ പർച്ചേസ് എക്സ്പെൻസ് കൂടിയത് കൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ഇവിടെ നമുക്ക് വരുന്ന കോമ്പിനേഷൻ ആണ് എക്സ്പെൻസസും ലയബിലിറ്റിയുമാണ്. അപ്പൊ എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചത് ഡെബിറ്റ് ചെയ്യുക. ഏതൊക്കെയാണ്, പർച്ചേസസ് അക്കൗണ്ട്, സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ പർച്ചേസസ് അക്കൗണ്ട്. പർച്ചേസ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്തു, കാരണം നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അതിന്റെ കാരണം എഴുതുക, അങ്ങനെ തന്നെ എഴുതി പഠിക്കണം. എക്സ്പെൻസസ് ഇൻക്രീസ് ചെയ്തു, നമ്മൾ പഠിച്ച റൂൾ എന്താണ്, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. അടുത്ത് നമ്മൾ പറഞ്ഞത് എന്താണ്, ഇവിടെ നമുക്ക് ക്യാഷ് പോയ നമ്മുടെ കയ്യിൽ നിന്ന് അല്ല, ക്യാഷ് അല്ല, നമ്മൾ ഓൺ ക്രെഡിറ്റ് കടമായിട്ട് വാങ്ങി. ആരുടെ കയ്യിൽ നിന്നാണ്, മോഹൻ ആൻഡ് കമ്പനി. സോ നമുക്കൊരു ലയബിലിറ്റി കൂടി. നമ്മൾ പഠിച്ച ലയബിലിറ്റിയുടെ റൂൾ എന്തായിരുന്നു, ലയബിലിറ്റി ഡിക്രീസ് കുറയുകയാണെങ്കിൽ ആ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ലയബിലിറ്റി കൂടുകയാണെങ്കിൽ ആ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ നമുക്കിവിടെ മോഹൻ ആൻഡ് കമ്പനി ലയബിലിറ്റി കൂടുകയാണ്. സോ മോഹൻ ആൻഡ് കമ്പനി നമ്മൾ എന്ത് ചെയ്യണം, ക്രെഡിറ്റ് ചെയ്യണം. മോഹൻ ആൻഡ് കമ്പനി, കാരണം ലയബിലിറ്റി ഇൻക്രീസസ്. ലയബിലിറ്റി ഇൻക്രീസസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓരോ ട്രാൻസാക്ഷൻ എടുക്കുക, ട്രാൻസാക്ഷൻ എടുക്കുമ്പോഴേക്കും ഓരോന്നിന്റെയും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും മനസ്സിലായാലേ നമുക്ക് ജേർണൽ എൻട്രി, നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ജേർണൽ എൻട്രി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദെൻ നമുക്ക് അടുത്തൊരു ട്രാൻസാക്ഷൻ പഠിക്കാം. ദെൻ നാലാമത്തെ ട്രാൻസാക്ഷൻ നമുക്ക് നോക്കാം, റിസീവ്ഡ് കമ്മീഷൻ. കമ്മീഷൻ റിസീവ്ഡ്, കമ്മീഷൻ കിട്ടി. നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്ത്, ബിസിനസ് സ്ഥാപനം എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തപ്പോഴേക്ക് നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാകാം, കമ്മീഷൻ കിട്ടി. കമ്മീഷൻ റിസീവ്ഡ്, കിട്ടി. ഓക്കെ, വാക്ക് ഓർമ്മിക്കാം, റിസീവ്ഡ് കമ്മീഷൻ. ഇപ്പൊ നമുക്ക് കുറച്ച് പൈസ കിട്ടി, കമ്മീഷനായിട്ട് നമുക്ക് എന്ത് കിട്ടി, കുറെ ക്യാഷ് കിട്ടി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ക്യാഷ് എന്ന അസറ്റ് കൂടി, ക്യാഷ് എന്ന അസറ്റ് കൂടി. റിസീവ്ഡ് കമ്മീഷൻ എന്ന് മാത്രമേ എന്നിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ അർത്ഥം എന്താണ്, ക്യാഷ് കിട്ടി, കമ്മീഷൻ വഴിയായി നമുക്ക് കുറെ ക്യാഷ്, ബിസിനസ്സിലേക്ക് കുറെ ക്യാഷ് കിട്ടി. അപ്പൊ നമ്മുടെ അസറ്റ് കൂടി. അപ്പൊ ക്യാഷ് എന്ന അസറ്റ് കൂടിയത് കൊണ്ട് ക്യാഷ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. ദെൻ കമ്മീഷൻ എന്താണ്, ക്യാഷ് എന്താണ്, ക്യാഷ് അക്കൗണ്ട്. ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്തു, കാരണം അസറ്റ് ഇൻക്രീസസ്. അടുത്തെന്താണ് ഞാൻ പറഞ്ഞത്, കമ്മീഷൻ. കമ്മീഷൻ എന്താണ്, സ്ഥാപനത്തിന്റെ ഒരു വരുമാനം, ഇൻകം, റവന്യൂ ആണ്. സോ നമ്മൾ പഠിച്ച റൂള്, ഇൻകം ഡിക്രീസ് ആവുകയാണെങ്കിൽ ഡെബിറ്റ് ചെയ്യുക, ഇൻക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. ഇവിടെ നമുക്ക് കമ്മീഷൻ അല്ലെങ്കിൽ റവന്യൂ കൂടി, ഇൻകം കൂടി. കമ്മീഷൻ എന്ന അക്കൗണ്ടിലൂടെ നമുക്ക് കമ്മീഷൻ വഴി നമുക്ക് എന്ത് കിട്ടി, സ്ഥാപനത്തിന്റെ വരുമാനം കൂടി. ഇപ്പൊ റവന്യൂ കൂടുമ്പോൾ നമ്മൾ പഠിച്ചത് എന്താണ്, ആ അക്കൗണ്ടിൽ നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. ഇൻക്രീസ് ആവുകയാണെങ്കിൽ ക്രെഡിറ്റ് ചെയ്യുക. സോ കമ്മീഷൻ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കമ്മീഷൻ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ബിക്കോസ് കമ്മീഷൻ എന്ന റവന്യൂ കൂടി, ഇൻക്രീസ് ചെയ്തു. ഏതിക്കുള്ള റീസൺ, ഇൻകം ഇൻക്രീസ്. ഓക്കെ, ഓരോന്നും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇപ്പൊ 4 കഴിഞ്ഞു.
ദെൻ അടുത്ത വേറൊരു ഇതിലോട്ട് പോവാം. സോൾഡ് ഗുഡ്സ്. ഓക്കെ, അല്ലെങ്കിൽ ക്യാഷ് സെയിൽസ്. സാധനം വിറ്റു. എത്ര രൂപയുടെ സാധനം വിറ്റു? ഞാൻ അഞ്ചാമത്തെ ട്രാൻസാക്ഷൻ എഴുതാൻ പോവാണ്. സോൾഡ് ഗുഡ്സ് ടു ടിനി. നമുക്ക് എഴുതാം സോൾഡ് ഗുഡ്സ് ടു ടിനി. ടിനി എന്നുള്ളൊരു പേരാണ്. ടിനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ എന്ത് ചെയ്തു? സാധനം വിറ്റു. കടമായിട്ടുണ്ട്. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. ഓൺ ക്രെഡിറ്റ്. പ്രത്യേകിച്ച് നമുക്ക് പേര് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പേര് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു സ്ഥാപനത്തിന്റെ വ്യക്തിയുടെ പേര് തന്നിട്ടുണ്ടെങ്കിൽ അവിടെ മനസ്സിലാക്കുക എന്താണ്, അത് കടമായിട്ടായിരിക്കാം ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ടാവുക എന്നുള്ളത്. ഓക്കെ, ഇവിടെ നമുക്ക് ഓൺ ക്രെഡിറ്റ് തന്നില്ലെങ്കിൽ നമ്മൾ ആലോചിക്കുക സോൾഡ് ഗുഡ്സ് ടു ടിനി മീൻസ് ടിനിക്ക് നമ്മൾ സാധനം കടമായിട്ട് വിറ്റു, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ക്യാഷ് കിട്ടിയില്ല എന്നർത്ഥം മനസ്സിലാക്കുക. ഇപ്പൊ നമുക്ക് പോവാം. ട്രാൻസാക്ഷൻ നമുക്ക് അനലൈസ് ചെയ്യാം. സോൾഡ് ഗുഡ്സ് ടു ടിനി ഓൺ ക്രെഡിറ്റ്. സാധനം കടമായിട്ട് ടിനിക്ക് വിറ്റു. അപ്പൊ സാധനം വിറ്റപ്പോഴേക്ക് എന്തൊക്കെ സംഭവിച്ചു? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഒരു വരുമാനം ഉണ്ടായി. സെയിൽസ്. ഓക്കെ, സെയിൽസ് വഴി വിറ്റപ്പോഴേക്ക് നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുമാനം ഉണ്ടായി. അപ്പൊ എന്താണ് അടുത്തതാണ്? ടിനി. ടിനി എന്ന് പറഞ്ഞ വ്യക്തിക്ക് നമ്മൾ സാധനം കടമായിട്ടാണ് കൊടുത്തത്. അപ്പൊ ടിനി നമുക്ക് എപ്പോഴെങ്കിലും പൈസ തരണം. അപ്പൊ ടിനി നമുക്ക് പൈസ തരുമ്പോൾ ടിനി നമ്മുടെ ഡെറ്റർ ആണ്, അല്ലെ? ടിനി നമുക്ക് പൈസ തരേണ്ട വ്യക്തിയാണ്. അതൊരു അസറ്റ് ആണ്, ഡെറ്റർ ആണ്. ടിനി നമ്മുടെ കയ്യിൽ നിന്ന് സാധനം കടമായിട്ട് വാങ്ങിച്ചു. അപ്പൊ ടിനി നമുക്ക് എപ്പോഴെങ്കിലും പൈസ തരണം. ബിസിനസ്സിലേക്ക് പൈസ തരാനുള്ള വ്യക്തികൾ ആരാണ്? ഡെറ്റേഴ്സ്. ഡെറ്റർ ഒരു അസറ്റ് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് ടിനി പൈസ തരുമ്പോൾ എന്താണ്? ടിനി ഡെറ്റർ ആയത് കൊണ്ട് തന്നെ ഡെറ്റർ വർദ്ധിച്ചു, ഇൻക്രീസ് ചെയ്തു. സോ അസറ്റ് ഇൻക്രീസ്. മനസ്സിലാക്കുക, ടിനി നമുക്ക് പൈസ തരാനുണ്ട്. ടിനി നമ്മുടെ ഡെറ്റർ ആണ്. ഡെറ്റേഴ്സ് എല്ലാം നമ്മുടെ ബിസിനസ് സ്ഥാപന സംബന്ധിച്ചിടത്തോളം അസറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ടിനി എന്ത് ചെയ്യണം? ടിനിയുടെ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുക. ടിനീസ് അക്കൗണ്ട് ഡെബിറ്റ്. കാരണം നമ്മുടെ ഡെറ്റർ എന്ന അസറ്റ് ഇൻക്രീസ് ചെയ്തു. അസറ്റ് ഇൻക്രീസസ്. അസറ്റ് ഇൻക്രീസസ്. അടുത്തെന്താ പറഞ്ഞത്? നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഇൻകം വന്നു, റവന്യൂ വന്നു സെയിൽസ് വഴി. സാധനം വിൽക്കുമ്പോൾ സെയിൽസ്, സാധനം വാങ്ങുമ്പോൾ പർച്ചേസസ്. പർച്ചേസസ് എക്സ്പെൻസ് ആണ്, സെയിൽസ് ഇൻകം ആണ്. ഇതൊക്കെ എപ്പോഴും ഓരോ പോയിന്റ്സ് മനസ്സിലാക്കി വെക്കുക. എവിടെയെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ എഴുതി വെക്കുക. പർച്ചേസ്ഡ് ഗുഡ്സ് ആണെങ്കിൽ ദാറ്റ് ആൻ എക്സ്പെൻസ്, ആൻഡ് സോൾഡ് ഗുഡ്സ് ആണെങ്കിൽ അതൊരു ഇൻകം അല്ലെങ്കിൽ വരുമാനമാണ്. അപ്പൊ നമുക്കിവിടെ സോൾഡ് ഗുഡ്സ് ആയപ്പോഴേക്കും നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലേക്ക് വരുമാനം ഉണ്ടായി, സെയിൽസ് എന്ന വരുമാനം ഉണ്ടായി. അപ്പൊ ഈ വരുമാനം അല്ലെങ്കിൽ ഇൻകം, റവന്യൂ ഇൻക്രീസ് ആകുമ്പോൾ ദാറ്റ് ഷുഡ് ബി ക്രെഡിറ്റഡ്. ഓക്കെ, അപ്പൊ സെയിൽസ് അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യുക. സെയിൽസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. കാരണം ഇൻകം ഇൻക്രീസസ്. റീസൺ എന്താണ്? ഇൻകം അല്ലെങ്കിൽ റവന്യൂ ഇൻക്രീസസ്. റവന്യൂ ഇൻക്രീസസ്. ഇത് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച റൂൾസ് ഒന്നുകൂടെ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ തന്ന ട്രാൻസാക്ഷൻസ് ആണ്. ഇതുപോലെ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഓരോ ട്രാൻസാക്ഷനെയും നിങ്ങൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. അനലൈസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ആ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, റീസൺ കൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, എന്തുകൊണ്ട് ആ അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ആ റൂൾസ് നല്ലോണം തറവാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതനുസരിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, നമുക്ക് ഒന്നുകൂടെ നോക്കാം. ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജേർണൽ എൻട്രി എഴുതുന്നതിന് മുമ്പ് തന്നെ ട്രാൻസാക്ഷൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ആ ഓരോ ട്രാൻസാക്ഷൻസിന്റെയും ഡെബിറ്റ് ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും മനസ്സിലാക്കി വെക്കുക. ഓരോ ട്രാൻസാക്ഷന് ശേഷവും ആ ഡെബിറ്റ് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ക്രെഡിറ്റ് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ചെയ്യുന്നതാണ് അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡബിൾ എൻട്രി സിസ്റ്റം ഓഫ് ബുക്ക് കീപ്പിംഗ്. ഓക്കെ, നമുക്ക് പോകാം എങ്ങനെയാണ് ജേർണൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ഓക്കെ, ഈ മെയിൻ റൂൾ അനുസരിച്ചാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷനെയും അനലൈസ് ചെയ്തതിനു ശേഷം ഏത് അക്കൗണ്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൃത്യമായിട്ട് ഓരോ ട്രാൻസാക്ഷൻ വൈസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യണം, ഏത് അക്കൗണ്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യണം. നമുക്ക് ജേർണൽ എൻട്രി നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അതിനു മുമ്പ് റൂൾ കൃത്യമായി പഠിച്ചു വെച്ചേക്കുക. റൂൾ എങ്ങനെയാണ്? ഓരോ ട്രാൻസാക്ഷൻ എടുത്തതിന് ശേഷവും മനസ്സിലാക്കാൻ ശ്രമിക്കുക. അത് അസറ്റ് ആണോ അല്ലെങ്കിൽ ലയബിലിറ്റി ആണോ ഇൻകം ആണോ, ആദ്യം അത് മനസ്സിലാക്കുക. ഓരോ ട്രാൻസാക്ഷൻ മനസ്സിലാക്കിയതിനു ശേഷം അതിൽ ഏത് അക്കൗണ്ടാണ് ഡെബിറ്റ്,
അതിൽ ഏത് അക്കൗണ്ടാണ് ക്രെഡിറ്റ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ബാക്കി അങ്ങോട്ടേക്ക് ബാക്കിയുള്ള ഇതെല്ലാം റെക്കോർഡിംഗ് ആണെങ്കിലും സമ്മറൈസിംഗ് ആണെങ്കിലും ബാലൻസിംഗ് ആണെങ്കിലും ക്ലാസിഫിക്കേഷൻ എല്ലാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ബേസിക് അടിസ്ഥാനപ്പെട്ട കാര്യം ഓരോ ട്രാൻസാക്ഷനും അത് അസറ്റ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്, അതല്ല എങ്കിൽ ലയബിലിറ്റീസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്, ഇൻകം റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്, ദെൻ എക്സ്പെൻസസ് റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്, അതല്ല ക്യാപിറ്റൽ റിലേറ്റഡ് ട്രാൻസാക്ഷൻ ആണ്. നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഓരോ ട്രാൻസാക്ഷൻ കാണുമ്പോൾ. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻ മനസ്സിലാക്കിയതിനു ശേഷം ഏത് ആസ്പെക്ട് നമ്മൾ ഡെബിറ്റ് ചെയ്യും, ഏത് ആസ്പെക്ട് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനെ നിങ്ങളെ സഹായിക്കുന്നതാണ് ഈ റൂൾസ്. ഒരാശം ഓർമ്മിക്കുക, എ ആൻഡ് ഇ, അസറ്റ് ആൻഡ് എക്സ്പെൻസസ്. എന്താണ് റൂള്? ഇൻക്രീസ് ആകുമ്പോൾ ഡെബിറ്റ് ചെയ്യുന്നു, ഡിക്രീസ് ആകുമ്പോൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ LIC, ലയബിലിറ്റീസ്, ഇൻകം, ക്യാപിറ്റൽ. ഡിക്രീസ് ആകുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ഇൻക്രീസ് ആകുമ്പോൾ നമ്മൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. നമ്മൾ ഈ റൂള് വെച്ചായിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിൽ ജേണലൊക്കെ പഠിക്കാൻ പോകുന്നത്. ഓരോ ട്രാൻസാക്ഷൻ വരുമ്പോൾ എങ്ങനെ നമ്മൾ ഡെബിറ്റ് ചെയ്യും, എങ്ങനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടുതൽ വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പൊ എല്ലാവർക്കും എന്താണ് ആവശ്യമുള്ള നോട്ട്സ് ഒക്കെ നിങ്ങൾ തയ്യാറാക്കി എടുക്കാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.